നമസ്കാരം. കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇന്നലെ നടന്ന 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേമിലെ ഇവാലുവേഷൻ 2024-2025 മാത്സ് പരീക്ഷയുടെ ആൻസർ കീയും ഒരു അവലോകനവുമാണ്. പരീക്ഷയുടെ ആകെ സമയം 2.5 മണിക്കൂർ, ആകെ സ്കോർ 80. ഇതിൽ 4 സെക്ഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ വന്നത്. ഒന്നാമത്തെ സെക്ഷനിൽ ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 സ്കോർ. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതണം, 2 മാർക്ക് വീതം. രണ്ടാമത്തെ സെക്ഷനിൽ ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 5 to 10. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 സ്കോർ. 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതണം, 3 മാർക്ക് വീതം. അങ്ങനെ 12 മാർക്കാണ് ഈ ഭാഗത്ത്. അടുത്ത സെക്ഷനിൽ ആൻസർ ഇനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 11 to 21. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 4 സ്കോർ. 11 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 എണ്ണം എഴുതണം, 4 മാർക്ക് വീതം. അങ്ങനെ 32 മാർക്കാണ് ഈ ഭാഗത്ത്. 22 മുതൽ 29 വരെയുള്ള ചോദ്യങ്ങൾ 5 മാർക്കിൻ്റെയാണ്. അതിൽ ഏതെങ്കിലും 6 എണ്ണം എഴുതണം. അങ്ങനെ 30 മാർക്കാണ് ലാസ്റ്റ് സെക്ഷനിൽ. ആദ്യത്തെ സെക്ഷൻ നോക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, എ ബി ഈസ് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ, ബി സി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, എ സി 9 സെൻറ്റിമീറ്റർ, ക്യൂ ആർ 4 സെൻറ്റിമീറ്റർ. പി ആറിൻ്റെ നീളം കണ്ടുപിടിക്കണം. ഈ 2 ട്രയാങ്കിളും സിമിലർ ആണ്. കാരണം 2 ആംഗിൾ ഈക്വൽ എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് മൂന്നാമത്തെ ആംഗിൾ തന്നെ ഈക്വൽ ആവും. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് സെയിം റേഷ്യോ ആയതുകൊണ്ട് 6 എന്നതിൻ്റെ പ്രപ്പോർഷനായിട്ട് വരുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 12-ന് 4 ആയി മാറിയത് കൊണ്ട് 6-ന് 2 ആയിട്ട് മാറും. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 9 എന്നതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അങ്ങനെ പി ആർ ഇസ് ഈക്വൽ ടു 3, പി ക്യൂ ഇസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിൽ ദ എൻഡ് പോയിന്റ്സ് ഓഫ് വൺ സൈഡ് ഓഫ് എ സ്ക്വയർ ഡിനോട്ട്സ് ദ നമ്പേഴ്സ് -2 and 5 ഓൺ ദി നമ്പർ ലൈൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ? സ്ക്വയറിൻ്റെ സൈഡ് 7, അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സൈഡ് ഓഫ് ദി സ്ക്വയർ. ഏരിയ എന്നത് സൈഡ് ഇൻറ്റു സൈഡ്, അങ്ങനെ 49 എന്ന് കിട്ടും. മൂന്നാമത്തെ ചോദ്യത്തിൽ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഈസ് 10 pi സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 2πr എന്നാണ്. 2πr ഇസ് ഈക്വൽ ടു 10 pi. അപ്പോൾ റേഡിയസ് ഇസ് ഈക്വൽ ടു 5. അടുത്ത ചോദ്യത്തിൽ നാലാമത്തത് തന്നിരിക്കുന്നത് എക്സ് വൈ ആർ 2 നാച്ചുറൽ നമ്പേഴ്സ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 18, എക്സ് വൈ ഇസ് ഈക്വൽ ടു 45. വാട്ട് ഈസ് എക്സ് മൈനസ് വൈ? ഇതിന് നമ്മളൊരു ഐഡൻറ്റിറ്റി അറിയണം. എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ എന്നത് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ തന്നിട്ടുണ്ട് 18, അതിൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 45, അത് 180 ആണ്. മൈനസ് ചെയ്യുമ്പോൾ 144. ഇവിടെ സ്ക്വയർ ആണ് 144. സ്ക്വയർ കളയുമ്പോൾ റൂട്ട് എടുക്കുന്നു. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും ആൻസർ. 5ാമത്തെ ചോദ്യം മുതൽ 10ാമത്തെ ചോദ്യം വരെ 3 മാർക്കിൻ്റെത്. 5ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് വിത്ത് ഓൾ സൈഡ്സ് 2/3 ഓഫ് ദി ഗിവൺ ട്രയാങ്കിൾ. ഈ തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ 2/3 ആയിട്ട് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. സൈഡ് ഒരെണ്ണം 9 തന്നിരിക്കുന്നു, 2 ആംഗിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് 2/3 ആക്കാൻ നമുക്ക് ഒരു സൈഡ് തന്നിരിക്കുന്നതുകൊണ്ട് അതിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 2/3 കട്ട് ചെയ്യുമ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ ബേസ് 6 തന്നെ, ആംഗിളിന് മാറ്റമില്ല. 50 ഡിഗ്രിയും 60 ഡിഗ്രിയും എടുത്ത് ട്രയാങ്കിൾ വരയ്ക്കാം. 6ാമത്തെ ചോദ്യത്തിൽ √3 + 1 ഇൻറ്റു √3 - 1, അത് ഐഡൻറ്റിറ്റി ആണ്. a + b ഇൻറ്റു a - b. അപ്പോൾ √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. ആൻസർ 3 - 1 2 എന്ന് കിട്ടും. അടുത്ത ചോദ്യത്തിൽ തന്നിരിക്കുന്നു 1/√3 + 1 കണ്ടുപിടിക്കാൻ 2 ഡെസിമൽ പ്ലേസിന്. അപ്പോൾ അതിനെ റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. അപ്പോൾ √3 - 1 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് √3 - 1/√3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോൾ √3 - 1/3 - 1, √3 - 1/2. അപ്പോൾ √3യുടെ വില കൊടുക്കുന്നു 1.73. അത് -1 ചെയ്യുമ്പോൾ 0.73/2 എന്ന് കിട്ടും. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.3036 എന്നാണ്. അത് റൗണ്ട് ചെയ്യുമ്പോൾ 0.37 എന്ന് കിട്ടും ആൻസർ. 7ാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ റേഡിയസ് ഓഫ് ദി ലാർജ് സർക്കിൾ 5 സെൻറ്റിമീറ്റർ, റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ 3 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ലാർജ് സർക്കിൾ. ആൻസർ 25 pi. πr² എന്ന ഇക്വേഷനിൽ റേഡിയസ് 5 കൊടുക്കുമ്പോൾ 25 pi. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കാണാനാണ് അടുത്ത ഭാഗം. അതായത് വലിയ സർക്കിളിൻ്റെ ഏരിയ 25 pi മൈനസ് ചെറിയ സർക്കിളിൻ്റെ ഏരിയ 9 pi. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 16 pi ആണ് ആൻസർ. 8ാമത്തെ ചോദ്യത്തിൽ ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് √5 സെൻറ്റിമീറ്റർ. അതിനാദ്യം √5 വരയ്ക്കണം. √5 വരയ്ക്കാൻ ചെയ്യുന്നത്
0 1 2 3 എന്ന നമ്പർ ലൈൻ വരച്ച് 2-ൽ നിന്ന് 1 പൊക്കത്തിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനാണ് √5. അപ്പോൾ √5 റേഡിയസ് ഉള്ള സർക്കിൾ ഈ രീതിയിൽ നമുക്ക് വരയ്ക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ പി ഓഫ് എക്സ് 7x + 2 എന്ന് തന്നിരിക്കുന്നു. പി ഓഫ് 2 കണ്ടുപിടിക്കുമ്പോൾ 7 × 2 14 + 2 16 എന്ന് കിട്ടും ആൻസർ. അതുപോലെ വാട്ട് ഈസ് പി ഓഫ് 2 + പി ഓഫ് -2? പി ഓഫ് 2 എന്നത് 16, പി ഓഫ് -2 കാണുമ്പോൾ -12 ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും ആൻസർ. രണ്ടാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ ട്രയാങ്കിൾ എ ബി സി ഈസ് ഐസോസെലസ്. ഈ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. എ ഡിയുടെ നീളം കണ്ടുപിടിക്കുമ്പോൾ ഇത് 2√2 ആയതുകൊണ്ട് പകുതി √2. ഇത് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം ഈ സി ഡി കണ്ടുപിടിക്കാൻ. അതായത് ബി ക്വസ്റ്റ്യൻ സി ഡി കാണാൻ √5² - √2² എന്നിട്ട് റൂട്ട് എടുക്കണം. അപ്പോൾ സി ഡി = 5 - 2 √5 - 2 ആൻസർ √3 എന്ന് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കാണാൻ ഹാഫ് BH ഉപയോഗിക്കാം. ഹാഫ് ഇൻറ്റു ബേസ് 2√2 ആണ്, ഹൈറ്റ് √3. ഇവിടെ 2 കട്ട് ചെയ്യും, √6 എന്ന് കിട്ടും ആൻസർ. അടുത്ത 8 ചോദ്യങ്ങളുടെ ആൻസർ ചെയ്യണം. 11 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ 11ാമത്തെ ചോദ്യം നോക്കുക. ഇൻ ദ ഫിഗർ ലൈൻസ് എ സി ആൻഡ് ബി ഡി പെർപെൻഡിക്കുലർ ടു എ ബി. എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. പി എ ഈസ് ടു പി ബി, പി എ ഈസ് ടു പി ബി 2:1. ഇത് തമ്മിലുള്ള റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് എല്ലാ സൈഡുകളുടെയും റേഷ്യോ, അതായത് കറസ്പോണ്ടിങ് സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും. പി സി ഈസ് ടു പി ഡിയും സെയിം തന്നെ 2:1. എ ബി എന്നത് 12. അങ്ങനെയാണെങ്കിൽ എ പിയുടെ നീളവും പി ബിയുടെ നീളവും, എ പിയുടെ നീളം വരുന്നത് 8 ആണ്. അതായത് പി എയുടെ നീളം 8, പി ബിയുടെ നീളം 4, അതായത് പകുതി. നോക്കുക, പി സി ഈസ് ടു പി ഡി = 2:1. പി എ 8 സെൻറ്റിമീറ്റർ, പി ബി 4 സെൻറ്റിമീറ്റർ. പി സിയുടെ നീളം കാണാൻ പി ഡി 5 തന്നിരിക്കുന്നതുകൊണ്ട് 5 × 2 10 സെൻറ്റിമീറ്റർ. 12ാമത്തെ ചോദ്യത്തിൽ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ 4 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ? റേഡിയസ് അതിൻ്റെ പകുതി 2. ഏരിയ ഓഫ് ദി സർക്കിൾ πr² ആണ്. ആൻസർ 4π എന്ന് കിട്ടും. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഡബിൾ. റേഡിയസ് ഡബിൾ ആകുമ്പോൾ ഹൗ മെനി ടൈംസ് ദ ഏരിയ ഓഫ് ദി സർക്കിൾ ഇൻക്രീസസ്? 4 ടൈംസ് ആണ്. അടുത്ത 13ാമത്തെ ചോദ്യത്തിൽ എക്സും വൈയും തന്നിട്ടുണ്ട്. മോഡുലസ് എക്സ് പ്ലസ് മോഡുലസ് വൈ കണ്ടുപിടിക്കുമ്പോൾ 9 എന്ന് കിട്ടും. ഇവിടെ എക്സ് പ്ലസ് വൈ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 1. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട്, അതായത് മോഡുലസ് എക്സും മോഡുലസ് വൈ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 4. അതുപോലെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 4 തന്നെയാണ് കിട്ടുന്നത്. അടുത്ത 14ാമത്തെ ചോദ്യത്തിൽ ദ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ ആൻഡ് 9 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ? ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കാണാൻ സൈഡൊക്കെ കൂട്ടുമ്പോൾ 20 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനാണ് ബി ക്വസ്റ്റ്യൻ. ഏരിയ കണ്ടുപിടിക്കാൻ ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ √S × S - A × S - B × S - C ആണ്. ആൻസർ ചെയ്യുമ്പോൾ കിട്ടുന്നത് √S എന്നത് 10, അതായത് പെരിമീറ്ററിൻ്റെ പകുതി. S - A എന്നത് 10-ൽ നിന്ന് 5 കുറയ്ക്കുന്നു. S - B എന്നത് 10-ൽ നിന്ന് 6 കുറയ്ക്കുന്നു. പിന്നെ S - C എന്നത് 10 - 9. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് 10, 5, 4, 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √200 വരും. അത് എഴുതിയാലും ആൻസർ മാർക്ക് കിട്ടുന്നതാണ്. എന്നാൽ 2 × 100 എന്ന് എഴുതി 100നെ വെളിയിൽ ഇറക്കിയാൽ 10√2 എന്ന് കിട്ടും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 15ാമത്തെ ചോദ്യത്തിൽ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് എ റെക്ടാംഗിൾ 2 യൂണിറ്റ് മോർ ദാൻ ദി ലെങ്ത് ഓഫ് അതർ സൈഡ്. ടേക്കിംഗ് ദ ഷോർട്ടർ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ ആസ് എക്സ്. വാട്ട് ഈസ് ദ ലോങ്ങർ സൈഡ്? ലോങ്ങർ സൈഡ് 2 കൂടുതലായതുകൊണ്ട് x + 2 ആണ് ആൻസർ. ടേക്കിംഗ് ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ എ ഓഫ് എക്സ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് എ ഓഫ് എക്സ്. അതായത് ഏരിയ എന്ന ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ x × x + 2 ചെയ്യുമ്പോൾ x² + 2x എന്ന് കിട്ടും എ ഓഫ് എക്സ്. എ ഓഫ് 10 കാണുമ്പോൾ 120 എന്ന് കിട്ടും. അടുത്ത 16ാമത്തെ ചോദ്യത്തിൽ ദ നമ്പേഴ്സ് ഡിനോട്ടിംഗ് ദ പോയിന്റ്സ് വിച്ച് അറ്റ് എ ഡിസ്റ്റൻസ് 7 യൂണിറ്റ് അവേ ഫ്രം ദി പോയിന്റ് ലേബിൾഡ് 0 ഓൺ ദി നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ 0-ൽ നിന്ന് 7 യൂണിറ്റ് മാറിയുള്ള നമ്പേഴ്സ് ഏതെന്ന് ചോദിച്ചിരിക്കുന്നു. 7ഉം -7ഉം ആണ് ആൻസർ. ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ മോഡുലസ് x - 5 = 3. ഇതിൻ്റെ അർത്ഥം ഡിസ്റ്റൻസ് ഫ്രം 5 to x ഈസ് 3 യൂണിറ്റ് ലെഫ്റ്റ് ഓർ റൈറ്റ്. അതായത് 5ൽ നിന്ന് 3 യൂണിറ്റ് പുറകിലും മുന്നിലുമുള്ള നമ്പേഴ്സ്. 3 യൂണിറ്റ് പുറകോട്ട് പോയാൽ 2ഉം 3 യൂണിറ്റ് മുന്നോട്ട് പോയാൽ 8ഉം ആണ്. അപ്പോൾ ആൻസർ 8ഉം 2ഉം. 17ാമത്തെ ചോദ്യത്തിൽ 3 ടൈംസ് ഓഫ് എ നമ്പർ ആഡഡ് ടു 5 ടൈംസ് ഓഫ് അനദർ നമ്പർ ഗീവ്സ് 86. When 2 times of second number is subtracted from 4 times of the first number get 28. ഇതിൻ്റെ അർത്ഥം 3 ടൈംസ് ഓഫ് എ നമ്പർ എന്നാൽ 3x, 5 ടൈംസ് ഓഫ് ദി നമ്പർ 5y. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 86. സെക്കൻഡ് നമ്പറിൻ്റെ 2 ടൈംസ് 2y. ഫസ്റ്റ് നമ്പറിൻ്റെ 4 ടൈംസിന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 4x - 2y = 28. ഇങ്ങനെ 2 ഇക്വേഷൻ കിട്ടും. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ
2 കൊണ്ട് ഈ നമ്പറിനെയും 5 കൊണ്ട് സെക്കൻഡ് ഇക്വേഷനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 10y സെയിം ആയി. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ അതായത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 26x = 312 x = 12 എന്ന് കിട്ടും. പിന്നീട് ഈ വില എടുത്ത് ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കഴിയുമ്പോൾ y = 10 എന്ന് കിട്ടും. അപ്പോൾ നമ്പേഴ്സ് 10ഉം 12ഉം ആണ്. 18ാമത്തെ ചോദ്യത്തിൽ in the figure sides of triangle ABC are 10, 8 and 6 cm. Angle A is equal to angle RPQ. ഇവിടെ രണ്ടും 90 എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ B is equal to ആംഗിൾ PQR. ഇത് രണ്ടും തുല്യമെന്ന് പറഞ്ഞിരിക്കുന്നു. PR 3 cm ആണെങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PQ? ഇവിടെ നമുക്കറിയാം ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. അതായത് ആംഗിൾ P is equal to ആംഗിൾ A 90 ഡിഗ്രി, ആംഗിൾ PQR ആംഗിൾ ABCക്ക് ഈക്വൽ ഗിവൺ, ആംഗിൾ PRQ ആംഗിൾ ACBക്ക് തുല്യം. അപ്പോൾ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയതുകൊണ്ട് സൈഡ് പ്രപ്പോർഷൻ ആണ്. അങ്ങനെ PR 3 എന്ന് തന്നിരിക്കുന്നതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24/6 4 എന്ന് കിട്ടും PQൻ്റെ ലെങ്ത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR കാണാൻ 1/2 × 4 × 3 6 cm. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നത് 24 എന്ന് കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്നത് 4 ടൈംസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. A square and 2 semicircles are shown in the figure. സൈഡ് ഓഫ് സ്ക്വയർ 6 cm. അപ്പോൾ ഈ നീളവും 6 ആണ്, ഡയമീറ്റർ 6 ആയിട്ട് കിട്ടും, റേഡിയസ് അപ്പോൾ 3. ആദ്യത്തെ ചോദ്യത്തിൽ റേഡിയസ് ഓഫ് സെമി സർക്കിൾ ചോദിച്ചിരിക്കുന്നു 3. അടുത്ത ഇതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനാണ്. ഈ നീളം എന്ന് പറയുന്നത് 2πrൻ്റെ പകുതി, അതായത് πr. ഇവിടെയും πr. അങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇത് 6π ആണ്. ഒരു സർക്കിൾ ആയിരുന്നെങ്കിൽ അപ്പോൾ 3π ആണ് ഈ പകുതി, ഇതും 3π. അങ്ങനെ 3π + 3π + 6 + 6 രണ്ട് സ്ക്വയറിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള സൈഡുകൾ. 12 + 6π, പൈയുടെ വില 3.14 കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 30.84 cm എന്ന് കിട്ടും പെരിമീറ്റർ. അടുത്ത 20ാമത്തെ ചോദ്യം വരയ്ക്കാനുള്ളതാണ്. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 18. പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് 18. അപ്പോൾ നമ്മൾ സൈഡ് ആദ്യം വരയ്ക്കേണ്ടത് 9 cm ആണ്, പെരിമീറ്ററിൻ്റെ പകുതി. എന്നിട്ട് 4:3 ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു ഈ രീതിയിൽ. ഇവിടുന്ന് 90 ഡിഗ്രി എടുത്ത് താഴോട്ടും എയിൽ നിന്ന് താഴോട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഈ റേഷ്യോയുള്ള ഭാഗം താഴോട്ട് വരയ്ക്കുന്നു. ഇവിടെയും ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ APQR ആണ് റെക്റ്റാങ്കിൾ. 21ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ സൈഡ്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ ഈസ് 4/3 ടൈംസ് ഓഫ് സൈഡ് ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ദ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ ഈസ് 9 cm ആൻഡ് ദ ഹൈറ്റ് ഈസ് 6 cm. ഇവിടെ ബോട്ടം സൈഡ് 9ഉം ഹൈറ്റ് 6ഉം തന്നിട്ടുണ്ട്. വലുതിൻ്റെ ബോട്ടം സൈഡ് കണ്ടുപിടിക്കാനാണ്. 4/3 ടൈംസ് ആയതുകൊണ്ട് 9 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും ബോട്ടം സൈഡ്. ഹൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ 6 × 4/3 8 cm എന്ന് കിട്ടും. പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ എന്നത് 24 × 4/3, ആൻസർ 32 ആണ്. 22ാമത്തെ ചോദ്യം മുതൽ 29ാമത്തെ ചോദ്യം വരെ 5 മാർക്കിൻ്റെതാണ്. അങ്ങനെ 30 മാർക്കാണ് ഈ സെക്ഷനിലുള്ളത്. 22ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞത് വെൻ ഈച്ച് ഓഫ് two numbers are increased by 1, their product becomes 1581. When each number is decreased by 1, the product becomes 1421. What is the product of numbers? What is their sum? What are the numbers? ഇവിടെ x y എന്നെടുക്കുന്നു നമ്പേഴ്സ്. അപ്പോൾ x + 1 × y + 1 = 1581. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ xy + x + y + 1 = 1581. അത് ഒരു ഇക്വേഷൻ. അതുപോലെ സബ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ കിട്ടുന്നത് അടുത്ത ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2xy + 2, കാരണം എക്സും -xും വെട്ടിപ്പോവും, വൈയും -yയും വെട്ടിപ്പോവും. മിച്ചമുള്ളത് 2xy + 2 = 3002. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 2 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 3000, 2xy 3000 ആയതുകൊണ്ട് xy = 1500. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് 1500. സം കണ്ടുപിടിക്കുമ്പോൾ 80 എന്ന് കിട്ടും. അതായത് ഇത് രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2x + 2y = 160. അവിടുന്ന് x + y = 80 എന്ന് കിട്ടും. അടുത്ത നമുക്കറിയാവുന്ന ഇക്വേഷനാണ് x - y ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ. x + y ഹോൾ സ്ക്വയർ - 4xy ഇതിലിട്ട് കഴിയുമ്പോൾ x - y = 20 എന്ന് കിട്ടും. ഈ ഇക്വേഷനും x + y = 80 കൂടെ സോൾവ് ചെയ്യുമ്പോൾ x = 50 എന്നും y = 30 എന്നും ആൻസർ കിട്ടും. അപ്പോൾ x 50, y =
30. 23ാമത്തെ ചോദ്യത്തിൽ സർക്കം സർക്കിൾ വരയ്ക്കാനാണ്. സൈഡുകൾ 7, 6, 5 ഉള്ള ട്രയാങ്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് സെൻറ്റർ കണ്ടുപിടിച്ച് അവിടുന്ന് എ വരെ കോമ്പസ് വെച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്ന സർക്കിൾ എയിലും ബിയിലും സിയിലും കൂടെ പാസ് ചെയ്തു പോകും. ഇതാണ് സർക്കം. 24ാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കിൾ. ട്രയാങ്കിൾ AOC ഈസ് ഇക്വിലാറ്ററൽ. ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ദ പോയിന്റ് എ ഡിനോട്ട്സ് നമ്പർ -2. ദ നമ്പർ ലൈൻ at the point B denotes the number 10 on the number line. അപ്പോൾ ഇത് -2ഉം ഇത് 10ഉം ആയതുകൊണ്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് 12 ആണ്. സെൻറ്റർ നമുക്ക് കിട്ടുന്നത് ഇത് ആഡ് ചെയ്ത് പകുതി എടുക്കുമ്പോൾ 8/2 4 എന്ന് കിട്ടും. അപ്പോൾ 4 ആണ് സെൻറ്ററിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എന്നത് A തൊട്ട് B വരെ 12. ലെങ്ത് ഓഫ് വൺ സൈഡ് ഇത് 6 ആണ് പകുതി. അപ്പോൾ ഈ സൈഡുകളെല്ലാം തുല്യമായതുകൊണ്ട് സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ 6. ഫൈൻഡ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ x - 3 = x + 7. 3യിൽ നിന്ന് എക്സിലോട്ടും -7ൽ നിന്ന് എക്സിലോട്ടും ഉള്ള ഡിസ്റ്റൻസ് തുല്യമായിട്ടുള്ള നമ്പർ x = -2 ആണ്. അത് നമ്പർ ലൈൻ വരച്ച് ഈ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. -2ൽ നിന്നും -7ലോട്ടും -2ൽ നിന്ന് 3ലോട്ടും ഉള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ആൻസർ കിട്ടുന്നത് -2. 25ാമത്തെ ചോദ്യത്തിൽ ഫ്രം 4 corners of a rectangle of side 6, 5 and small square of same size are cut off shown in the figure. Denote the length of the side of the squares as x centimeter and write the length of the 3 edges of the box in terms of x. അതായത് ഈ നീളം x എന്ന് എടുക്കുന്നു, കട്ട് ചെയ്ത് കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബോക്സിൻ്റെ ലെങ്ത് എന്നത് 6 - 2x ആണ്. 2x ഇവിടുന്ന് കുറയ്ക്കുന്നു. അതുപോലെ ബ്രെഡ്ത്ത് എന്നത് 5ൽ നിന്ന് 2x കുറയ്ക്കുന്നതാണ്. ഹൈറ്റ് എന്നത് x. റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് ദി പോളിനോമിയൽ റെപ്രസെൻറ്റ് ദ വോളിയം. വോളിയം കണ്ടുപിടിക്കാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതായത് 6 - 2x ഇൻറ്റു 5 - 2x ഇൻറ്റു x. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ 4x³ -22x² + 30x എന്ന് കിട്ടും. 6ാമത്തെ ചോദ്യത്തിൽ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡുകൾ 1.5 ടൈംസ് ആക്കാനാണ്. അപ്പോൾ 5നെയും ഈ സൈഡിലിരിക്കുന്ന സൈഡുകളെ എല്ലാം 1.5 അതായത് 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.5, 4.5, 3, 4.5, 6 ഇങ്ങനെ കിട്ടും. അത് വെച്ച് ഈ ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം. അടുത്ത 27ാമത്തെ ചോദ്യത്തിൽ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ 60 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഒരു സൈഡ് എന്ന് പറയുമ്പോൾ 20 സെൻറ്റിമീറ്റർ ആണ്. ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഏരിയ ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ. √3a² / 4 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് 100√3 എന്ന് കിട്ടും. അടുത്ത ഇത് ഉപയോഗിച്ചൊരു റെഗുലർ ഹെക്സഗൺ ഉണ്ടാക്കി. ഇങ്ങനെ 6 ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഉപയോഗിച്ച് അതിൻ്റെ സൈഡ് 20 ആയത് റെഗുലർ ഹെക്സഗണിൻ്റെ സൈഡും 20. ഏരിയ ഓഫ് ഹെക്സഗൺ എന്നത് 6 ഇൻറ്റു ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ. അപ്പോൾ 600√3 cm² ആണ് ഏരിയ. 28ാമത്തെ ചോദ്യത്തിൽ ഇൻ ദ ഫിഗർ 2 സ്മോൾ സർക്കിൾസ് ആർ ഡ്രോൺ വിത്ത് ഹാഫ് ദ ഡയമീറ്റർ ആൻഡ് 1.5 ഡയമീറ്റർ ഓഫ് ദി ലാർജർ സർക്കിൾ. 2 ചെറിയ സർക്കിൾ വരച്ചിട്ടുണ്ട്. വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫ് ആണ് ഒരെണ്ണത്തിൻ്റെത്. 1.5 ഓഫ് ദി ഡയമീറ്റർ ആണ് അടുത്തതിൻ്റെ ഡയമീറ്റർ. ഡയമീറ്റർ ഓഫ് ദി ലാർജർ സർക്കിൾ 12 ആണെങ്കിൽ വാട്ട് ഈസ് ഏരിയ ഓഫ് ദി ലാർജർ സർക്കിൾ. ഏരിയ എന്നത് πr². അങ്ങനെ 6 എന്ന് ഇട്ട് കഴിയുമ്പോൾ π × 6² 36 π ആണ് ആദ്യത്തിൻ്റെ ആൻസർ. റേഡിയസ് ഓഫ് സ്മോൾ സർക്കിൾ എന്നത് ഡയമീറ്റർ 4 ആയതുകൊണ്ട് റേഡിയസ് 2. ഇതിൻ്റെ ഡയമീറ്റർ 6 ആയതുകൊണ്ട് റേഡിയസ് 3. ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട് കണ്ടുപിടിക്കാൻ വലിയ സർക്കിളിൽ നിന്ന് ചെറിയ 2 സർക്കിളും കുറയ്ക്കണം. അപ്പോൾ π × 6² മൈനസ് ഓഫ് π × 3² + π × 2². ആൻസർ കിട്ടുന്നത് 23 π ആണ്. 29ാമത്തെ ചോദ്യത്തിൽ റീഡ് ദ ഗിവൺ നമ്പർ പാറ്റേൺ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു പാറ്റേൺ തന്നിരിക്കുന്നു. ഇതിൽ ഈ നമ്പേഴ്സ് നോക്കുക. 1 + 2 + 1 അത് നടുക്കുള്ളതിൻ്റെ സ്ക്വയർ 2². അപ്പോൾ 2 × 1 + 2 എന്ന് തന്നിരിക്കുന്നു. 1 + 2 + 3 + 2 + 1 ആൻസർ 3². അതായത് 3 × 2 + 3. അതുപോലെ 1 + 2 + ഇങ്ങനെ നടുക്ക് 4 ആണ് വന്നിരിക്കുന്നത് 4². ഇവിടെ നടുക്ക് അടുത്ത ലൈൻ വരുമ്പോൾ 5 വരും 5². അപ്പോൾ 5 × 4 + 5. നെക്സ്റ്റ് ലൈൻ ഇവിടെ എഴുതി. വാട്ട് ഈസ് സം ഓഫ് 9 നമ്പർ 9th ലൈൻ. സം ഓഫ് നമ്പേഴ്സ് ഓഫ് 9th ലൈൻ എന്നത് 1 കൂടുതൽ, അതായത് 9 + 1² 10². അടുത്തത് വരുന്നതിൻ്റെ ആൻസർ 25 ആണ്. ഇവിടെ n². അടുത്തത് n + 1 × n. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇന്നലെ നടന്ന മാത്സ് പരീക്ഷയുടെ 9ാം ക്ലാസ്സിലെ ആൻസർ കീയും അതിൻ്റെ ഒരു അവലോകനവുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.